പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഇനി ഒരു വീഡിയോയുടെ ഒരു എപ്പിസോഡ് കൂടെ എടുക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തോടുകൂടി തന്നെ ആണ് ഈ വചനപ്രഘോഷണം അല്ലെങ്കിൽ വചന വിചിന്തനം ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ദൈവികമായൊരു കൃപയാണ്. എന്നോട് പല പ്രാവശ്യവും പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് സങ്കീർത്തനം 19:12 മുതലുള്ള തിരുവചനങ്ങൾ. സങ്കീർത്തനം 19:12 മുതലുള്ള തിരുവചനങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു വിവരണം നൽകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു വിചിന്തനം. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. സങ്കീർത്തനം 19:12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരുപക്ഷെ നമ്മൾ ഈ വചനങ്ങളൊക്കെ വായിച്ചു പോകുമ്പോഴേ നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വേറൊരു ആൾ ഇത് പറഞ്ഞ സമയത്താണ് എന്നിലേക്കും ആ ഒരു പ്രകാശം വന്നത്. എന്താണെന്നറിയാമോ? എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കണ്ടോ, നമ്മൾ പലപ്പോഴും പല വീഴ്ചകൾ നമുക്കുണ്ടാകുന്നുണ്ട്. അറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ് നമ്മൾ ഏറ്റുപറയുന്നത്, അല്ലേ? എന്നാൽ അറിയാതെ പറ്റുന്ന ചില വീഴ്ചകളുണ്ട്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമെന്നാണ്. പക്ഷേ നമ്മളത് കുമ്പസാരത്തിൽ സാധാരണഗതിയിൽ അത് അങ്ങനെ പറഞ്ഞ് കുമ്പസാരിക്കുന്നില്ല. കാരണം നമ്മളത് അറിയുന്നില്ലല്ലോ, അറിയാതെ സംഭവിച്ച കാര്യമാണ്. അപ്പം അറിയാതെ നമ്മളിൽ പല പാപങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ വിധിക്കുകയല്ല, അയാളിങ്ങനെ ആയിരിക്കാം, അയാൾ അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്നു. എന്നാൽ ഒരുപക്ഷെ അയാൾ അങ്ങനെ ആയിരിക്കുകയില്ല. സത്യത്തിൽ ഒരു നല്ല മനുഷ്യനെ പറ്റി നമ്മൾ വളരെ ചീത്തയായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അറിയാതെ പറ്റുന്ന വീഴ്ചകളെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അത് ഗോസിപ്പ് പോലെ ആയി മാറും. അത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാതെ പറ്റുന്ന വീഴ്ചകൾ. നമ്മളങ്ങനെ അറിയാതെ അങ്ങനെ ചിന്തിച്ചു പോയി, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു പാപം ഉണ്ടാകുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയം. അതാണ് ഇന്നത്തെ വചന വിചിന്തനത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതാണ്. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കണ്ടോ? അപ്പോൾ സങ്കീർത്തനം 19 നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. കാരണം അറിയാതെ പറ്റുന്ന വീഴ്ചകൾ പലതും നമ്മളിലുണ്ട്, നമ്മൾ അറിയുന്നില്ല. പക്ഷേ അതൊരു പാപകടമായിട്ട് കിടക്കും. അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകളുണ്ട് നമ്മളിൽ. അറിഞ്ഞ് ചെയ്യുന്ന തെറ്റുകൾ നമുക്കറിയാമല്ലോ, പിന്നെ അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാൽ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ, അതിനെപ്പറ്റി നമ്മൾ പശ്ചാത്തപിക്കുകയും വേണം, ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും വേണം. ഇന്ന് ഞാൻ വേറൊരു വചനപ്രഘോഷണം കേട്ടതിന് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കേട്ടത്. അതായത് നമ്മൾ മരിക്കുന്നതുവരെ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. മരിക്കുന്നത് വരെ കർത്താവ് കരുണ കാണിക്കും, വലിയ കരുണ കാണിക്കും. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കരുണ കർത്താവ് കാണിക്കും. എന്നാൽ മരണപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ, ആ നിമിഷം മുതൽ കർത്താവ് നമ്മുടെ വിധിയാളനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓർത്തു നോക്കണം, കർത്താവ് നമ്മുടെ വിധിയാളനായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം പിന്നെ ബൈബിളിലൊക്കെ കാണുന്ന കരുണാനിധിയായ ആ കർത്താവല്ല നേരെ അവിടെ നിൽക്കുന്നത്. വിധിയാളനായ കർത്താവാണ് യേശു ക്രിസ്തു.
ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണ് അവിടെ നിൽക്കുന്നത്. ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആൾ ദൈവം തന്നെ അവിടെ നിൽക്കുകയാണ്. വളരെ ഭയാനകമായ ഒരു നിമിഷമല്ലേ അത് വാസ്തവത്തിൽ. നമ്മൾ ഭയാനമാക്കണ്ട എങ്കിൽ ഞാൻ പറയുമായിരുന്നു, നമ്മളങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. കർത്താവ് കാരുണ്യവാനാണ്, എല്ലാം ക്ഷമിച്ചോളും, നമ്മളോട് ക്ഷമിക്കും, കർത്താവ് കരുണ കാണിക്കും. പക്ഷേ പാപം നമ്മൾ കർത്താവ് ക്ഷമിക്കും, പാപം ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പറയുകയാണ്, കർത്താവ് ക്ഷമിച്ചോളും, അവിടുന്ന് കരുണയുള്ളവനാണെന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ പാപം ചെയ്യരുതെന്ന് വചനം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം വളരെയധികം ചിന്തിക്കണം. നമ്മൾ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പാപകടങ്ങൾ നമ്മളിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ പാപകടങ്ങൾ നീങ്ങണമെങ്കിൽ നമ്മളത് വളരെ നല്ലപോലെ പരിശോധന ചെയ്തിട്ട്, ആത്മശോധന ചെയ്തിട്ട് നമ്മൾ അത് വൈദ്യൻ്റെ അടുത്ത്, കത്തോലിക്ക വൈദ്യൻ്റെ അടുത്ത് ഏറ്റു പറയുമ്പോഴാണ്, കുംസാരക്കൂട്ടിൽ ഏറ്റു പറയുമ്പോഴാണ്, കുംസാരക്കൂട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നൊരു അച്ഛൻ നമ്മളെ സുഖമില്ലാത്ത ഒരാളിനെ കുമ്പസാരിപ്പിക്കുന്നു, മതി. എവിടെയാണെങ്കിലും വൈദ്യൻ്റെ അടുത്തല്ലേ നമ്മൾ ഏറ്റു പറയുന്നത്. അപ്പോൾ അത് കുമ്പസാരമാണ്. അവിടെയാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത്. ആ വൈദികൻ അതിനുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ വൈദ്യൻ്റെ അടുത്തേറ്റ് പറയുന്നത്. ആ വൈദികൻ അത് ആരുടെ അടുത്തും പിന്നീട് പറയാനും പോകുന്നില്ല. അതങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഏറ്റു പറയുന്ന പാപങ്ങൾ ഒരിക്കലും ഒരു വൈദികനും, ആ വൈദ്യന് ഇപ്പോൾ ഉദാഹരണത്തിനൊരു മാനസികമായ രോഗമുണ്ടായി എന്നിരിക്കട്ടെ, എന്നാൽ പോലും അത് അങ്ങനെ ആരോടും പറയത്തില്ല. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് മനസ്സിൽ കാണുന്നത് വളരെ വളരെ ഉചിതമായിരിക്കും കേട്ടോ. വളരെ ഉചിതമായൊരു കാര്യമാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കാണണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വായിക്കാം. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. കേട്ടോ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളും അറിയാതെ ചെയ്യുന്ന തെറ്റുകളും വചനം ഇവിടെ പറയുന്നുണ്ടത്. 13ാമത്തെ വചനമാണ്, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. കേട്ടോ, അപ്പോൾ നമ്മളത് ബോധപൂർവം തെറ്റുകൾ നമ്മൾ ചെയ്യും, പക്ഷെ അതിൽ നിന്ന് നമ്മളെ കാത്തുകൊള്ളണമെന്നാണ് കർത്താവിനോട്. കാരുണ്യവാനായ കർത്താവ് നമ്മളെ രക്ഷിക്കും. അന്നേരം അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അല്ലേ? ആ ബോധപൂർവം ചെയ്ത തെറ്റ് നമ്മളൊരു ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാലുള്ള എന്നാ പ്രത്യേകത? അത് പിന്നെ നമ്മൾ ചെയ്യും. കാരണം ആ പാപം നമ്മളിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാപം തന്നെ ചെയ്യുന്ന തെറ്റ്. അപ്പോൾ ഈ ദാസനെ കാത്തുകൊള്ളുമേ, അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നത്. ഓക്കെ, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. വലിയ തെറ്റുകളിൽ നിന്നെല്ലാം ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ, ഞാൻ ഓരോ വാക്കുകളും പറയുന്നത്, എൻ്റെ അധരങ്ങൾ, ചുണ്ടുകൾ വഴി ഞാൻ സംസാരിക്കുന്ന, നാവിൽ നിന്ന് വരുന്ന ആ കാര്യങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് വരുന്നത്, എൻ്റെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും. നമ്മുടെ ഹൃദയത്തിൽ ഏതെല്ലാം രീതിയിലുള്ള വിചാരങ്ങളുണ്ട്. ദുഷ്ടവിചാരങ്ങളുണ്ട്, നല്ല വിചാരങ്ങളുണ്ട്, വളരെ മോശമായ വിചാരങ്ങളുണ്ട്. അപ്പം എൻ്റെ അധരങ്ങളുടെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും തമ്പുരാന് സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അല്ലാതെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ, ചീത്ത ചിന്തകൾ ഉദാഹരണത്തിന്, എന്തെങ്കിലും ആട്ടത്, അത് നമ്മളൊരിക്കലും ആ ചിന്തകളെ താലോലിക്കരുത്. അത് വലിയ തെറ്റാണത് വാസ്തവത്തിൽ, ആ ചിന്തകൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു സപ്പോർട്ട് ചെയ്ത് വേറൊരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കർത്താവ് നമ്മളോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ മുതൽ നമ്മളെ കർത്താവ്, നമ്മുടെ വിധിയാളനായിട്ട് കർത്താവ് മാറുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു വൈദികൻ, ഫാദർ സ്റ്റീഫൻ ഷയർ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നേരെ കർത്താവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ പോയി ആത്മാവ് നിൽക്കുകയാണ്.
നമ്മളുടെയൊക്കെ ആത്മാവ് അങ്ങനെ പോയി നിൽക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, യു ഹാവ് ബീൻ എ പ്രീസ്റ്റ് ഫോർ ദ ലാസ്റ്റ് 12 years. യു ആർ കണ്ടംഡ് ഹെൽ എന്ന് പറഞ്ഞാൽ നീ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഒരു വൈദികനായിരുന്നു. നിന്നെ ഞാൻ നരക ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ ഞാൻ നരകശിക്ഷയ്ക്ക് വിധിക്കുന്നു. ദെൻ ഐ ഹേർഡ് എ ഫീമെയിൽ വോയിസ്. ഈ അച്ഛൻ തന്നെ പിന്നീട് പറയുന്ന കാര്യം ഞാൻ കാര്യങ്ങൾ പറയാം കേട്ടോ. ഈ മരിച്ച അച്ഛൻ പിന്നെ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം പറയുന്ന ചില സാക്ഷ്യങ്ങളിലാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത്. ദെൻ ഐ ഹേർഡ് എ ഫീമെയിൽ വോയിസ്, നോ മൈ സൺ, നോ മൈ സൺ. ആരായിരിക്കും നമുക്കറിയാമല്ലോ. നോ മൈ സൺ എന്ന് പറയണമെങ്കിൽ അത് പരിശുദ്ധ കന്യാമറിയം മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ അടുത്തുണ്ട് അമ്മ. അപ്പോൾ പിന്നെയും കർത്താവ് വളരെ കാർക്കശ്യത്തോടെ പറയുകയാണ്, യു ആർ കണ്ടംഡ് ഹെൽ. അത് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെയും ആ സ്ത്രീശബ്ദം കേൾക്കാം, നോ മൈ സൺ, ഗിവ് ഹിം മോർ ഗ്രേസ് ആൻഡ് സെൻഡ് ഹിം ബാക്ക് ടു എർത്ത്. അവന് കൂടുതൽ ഗ്രേസ് കൊടുത്ത്, കൃപ കൊടുത്ത് അവനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുക. ആ സ്പോട്ടിൽ, അതേ നിമിഷത്തിൽ ഈ മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവ് വന്ന് ഈ സ്റ്റീഫൻ ഷെയർ എന്ന് പറയുന്ന അച്ഛൻ്റെ ശരീരത്തിൽ വന്ന് കയറി അച്ഛന് ജീവൻ വെച്ചു. അച്ഛൻ ജീവനുണ്ടായി. ജീവനുണ്ടാകുന്നത് മാത്രമല്ല, അച്ഛന് വലിയൊരു ലോകം മുഴുവൻ ചുറ്റി നടന്ന് യേശുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വലിയൊരു വചനപ്രഘോഷകനായിട്ട് മാറി, അത്ഭുത പ്രവർത്തനായിട്ട് മാറി. അതാണ് ഫാദർ സ്റ്റീഫൻ ഷെയർ. വേറൊരു വൈദികൻ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ഷാലോമിലൊക്കെ അതിനെക്കുറിച്ചുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയായിരുന്നു ഒരു പ്രൊഫസർ M.A. എബ്രാഹിം. അദ്ദേഹമാണ് ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. ഈ ഫാദർ ജോസ് മണിയങ്ങാട്ട് കൊഴുവനാലുകാരനാണ്. കൊഴുവനാലെന്ന് പറഞ്ഞാൽ പാലായിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തുകാരനാണ്. ഈ അച്ഛന് ഈ പറഞ്ഞ പോലെ 1980കളിലാണെന്ന് അതിൻ്റെ ഓർമ്മ. അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കാം കേട്ടോ. ഫാദർ ജോസ് മണിയങ്ങാട്ട് എന്നും പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ടെസ്റ്റിമണി മലയാളം, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അച്ഛന് അങ്ങനെ ആ 80കളിൽ ഒരു ഡിവൈൻ മേഴ്സിയുടെ തിരുനാളിൻ്റെ അന്നാണ് മരിച്ചത്. വലിയൊരു ജീപ്പ് ആക്സിഡൻ്റ് ആയിരുന്നു. ജീപ്പ് വന്ന് അച്ഛൻ്റെ ബൈക്കിലിടിച്ചു. അച്ഛൻ കുർബാനയെല്ലാം പോകുമായിരുന്നു. ഡിവൈൻ മേഴ്സിയുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ പുതു ഞായറാഴ്ചയാണ്. അച്ഛൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. പക്ഷെ അച്ഛന് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ആത്മാവ് അച്ഛൻ്റെ ശരീരത്തിൽ വിടുമല്ലോ. അച്ഛന് ഇതെല്ലാം താഴെ കിടക്കുന്ന അച്ഛൻ്റെ ഡെഡ് ബോഡി ഇതെല്ലാം കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അച്ഛൻ്റെ ആത്മാവ് ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് നിന്നു. പക്ഷെ അവിടെ വിധി എന്നായിരുന്നറിയാമോ? അച്ഛനോട് കർത്താവ് പറയുകയാണ്, അച്ഛൻ്റെ ആത്മാവിനോട്, യു ഹാവ് ടു ഗോ ബാക്ക് ടു എർത്ത്. അത് മാത്രമല്ല, യു വിൽ ഹാവ് ടു ബിക്കം എ പ്രീച്ചർ ആൻഡ് യു വിൽ ഹാവ് ടു വർക്ക് ഇൻ എ ഹീലിംഗ് മിനിസ്റ്ററി എന്ന് അച്ഛൻ പറഞ്ഞു. ഹീലിംഗ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത് നീ ഒരു വചനപ്രഘോഷകനായിട്ട് ഭൂമിയിലേക്ക് നിൻ്റെ ആത്മാവിനെ ഞാൻ അയക്കുകയാണെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ അച്ഛൻ്റെ ആത്മാവ് വന്ന് ശരീരത്തിൽ കയറി, ഡെഡ് ബോഡിയിൽ കയറി അച്ഛൻ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നേ. ആളുകൾ പേടിച്ചു പോയി. കാരണം മരിച്ചുപോയൊരു അച്ഛൻ കിടന്ന് നിലവിളിക്കുന്നു. പെട്ടെന്ന് ഡോക്ടറും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നിങ്ങൾ ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ വിശദമായിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. ഈ ഫാദർ ജോസ് മണിയങ്ങാട്ട് നിങ്ങളത് കേൾക്കണം. അതിനുശേഷം അച്ഛൻ്റെ ആത്മാവ് പല കാര്യങ്ങളും ഈ മരണത്തിന് ശേഷം കാണുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലം, പിന്നെ നരകാഗ്നി, സ്വർഗം, അവസാന സ്വർഗം വന്ന് അവിടെ വെച്ചാണ് കർത്താവ് പറയുന്നത്, തിരിച്ച് നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിവരണമൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. യൂട്യൂബിൽ തന്നെ ഉണ്ടത്, അത് കേൾക്കണം. അപ്പം മരണത്തിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ്. മരണത്തിന് ശേഷം ഈ പറഞ്ഞ ഈ 3 സ്ഥലങ്ങളും ഉണ്ട് എന്ന് അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ചുമ്മാ ഒരു ഇല്യൂഷനോ അങ്ങനെയുള്ളതൊന്നും അല്ലത് കേട്ടോ. അത് ശരിയായി സംഭവിച്ച കാര്യങ്ങളാണ്. അത്
ഷാലോം ടി വിയിൽ അച്ഛൻ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കാര്യങ്ങൾ മുഴുവൻ വിവരിച്ച് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഫ്ലോറിഡയിലുണ്ട് USA അച്ഛൻ്റെ പിന്നെ ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകളുമുണ്ട്, ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അതൊക്കെ ഒരു വലിയ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ മനസ്സിലാക്കണം ഇത്. അല്ലാതെ നമ്മൾ വെറും ഒരു എല്ലാത്തിനെയും ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാൻ പഠിക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സന്തോഷിക്കുന്നത്. എല്ലാത്തിനെയും വേറൊരു കണ്ണോടെ നമ്മൾ കാണാൻ പാടില്ല. ഉള്ളതാണല്ലോ. അച്ഛൻ പറയുന്നത്, അച്ഛനെന്തിനാ കള്ളത്തരം പറയുന്നത്? മരിച്ചു പോയൊരച്ഛൻ ഡിക്ലെയർ ചെയ്തതാണ് അച്ഛൻ മരിച്ചെന്ന്. ബോഡി കൊണ്ടുപോയി പിന്നെ മോർച്ചറി വരെ കൊണ്ടുപോയി വെച്ചിരുന്നതാണെന്ന് ഓർക്കണം. ആ ഡോക്ടർ ഒരു ഹിന്ദു മതവിശ്വാസിയായ ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ അച്ഛൻ ആ ഡോക്ടർ പിന്നീട് ഒരു ക്രിസ്ത്യാനിയായി മാറി ഇതെല്ലാം കണ്ട്. അപ്പം അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഈ ഡോക്ടറും എല്ലാം നേരിട്ട് കാണുകയല്ലേ. അങ്ങനെ വലിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ അവിടെ നടന്നായിരുന്നു. ഇതെല്ലാം ഞാൻ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നത് നമ്മളുടെയൊക്കെ ഈ മരണം വരെ ആണ് കർത്താവിൻ്റെ ആ കരുണയുള്ളത്. കരുണ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ മരണത്തിന് ശേഷം അവിടുന്ന് ശരിയായ വിധിയാളനായിട്ട് മാറും. തനത് വിധി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒന്നും ഭയപ്പെടുത്താനല്ല ഇത് പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഭയപ്പെടാനുള്ള ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ വളരെ വിവരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ 2 പേര് മരിച്ച ആൾക്കാർ ഉയർത്തെഴുന്നേറ്റ കാര്യം പറഞ്ഞു. ഒന്ന് ഫാദർ സ്റ്റീഫൻ ഷയർ, അമേരിക്കക്കാരൻ. മറ്റേത് നമ്മുടെ നാട്ടുകാരൻ, ഇവിടെ പിന്നെ പാലായിൽ കൊഴുവനാലുകാരൻ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഫാദർ ജോസ് മണിയങ്ങാട്ട്, മരിച്ച അച്ഛൻ. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും യൂട്യൂബിൽ കയറി ഫാദർ ജോസ് മണിയങ്ങാട്ടെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. മലയാളത്തിലും കേൾക്കാം, ഇംഗ്ലീഷിലും കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും കൂടി ഞാനത് അഭ്യർത്ഥിക്കുകയാണ്. അത് ചെയ്താൽ ഒത്തിരി നന്നായിരുന്നേനെ കേട്ടോ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.